ഹലോ മച്ചമാരെ, എജുസൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കുന്നത് മോട്ടൽ സിമുലേറ്റർ ആണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാം ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഓളൊന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ വീഡിയോ നമ്മൾ നിർത്തിയത് സൂപ്പർ മാർക്കറ്റ് സെറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഇടയിൽ നമ്മളൊരു കാര്യം ചെയ്തു. എല്ലാ റൂമും നമ്മുടെ ഇപ്പോൾ അടുത്തുള്ളതാ കൂടി 3 റൂമുള്ള നമ്മുടെ കയ്യിൽ 3 റൂമിലും ഫുൾ സെറ്റാക്കി നമ്മൾ എ സിക്ക് എ സി, ഫാനിന് ഫാന്, ടബിന് ടബ്, ബാത്ത് ടബ് എല്ലാം അതും വെച്ച് കൊടുത്തു. കണ്ടില്ലേ, രസമായിട്ട് കാണാൻ. എല്ലാ റൂമിലും അതിൻ്റെതായ ഡിസൈനിൽ വെച്ചെടുത്തു നമ്മൾ. അപ്പം ഇനി നമുക്ക് പേടിക്കണ്ട, അതുകൊണ്ട് നമ്മൾ കുറേ പൈസ ഉണ്ടാക്കി. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ചെയ്യുമ്പോൾ കുറേ പൈസ ഉണ്ടാക്കാം. നമ്മളിപ്പോൾ ഒരു തെരി ഐറ്റംസാണ് ഇവിടെ കൊടുത്തെങ്കിൽ അതിനനുസരിച്ചിട്ട് പൈസ കുറയും. അതാണ് ഇവിടെ കണ്ട ഈ റൂം. അതെ, ഇത്ര അടിപൊളിയാക്കി. പിന്നെ ഇതിവിടെ ബാത്റൂം, മറ്റു റൂം നിങ്ങൾ ഓൾറെഡി കണ്ടുള്ളതല്ല, സെയിം വ്യത്യാസമൊന്നുമില്ല. ഇനി ഇപ്പം തൽക്കാലത്തേക്ക് നമ്മൾ റൂമിൻ്റെ ഇത് അവിടെ നിർത്തിയേക്കാണ്. ഇപ്പോൾ തൽക്കാലം റൂമിലേക്ക് നമ്മൾ പോകണില്ല. നമുക്ക് ഇനി ചെയ്യാനുള്ളത് സൂപ്പർ മാർക്കറ്റാണ്. സൂപ്പർ മാർക്കറ്റ് തുറന്ന് സെറ്റ് ആക്കണം. പലവിധ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. വെയിറ്റ് കഴിഞ്ഞാൽ ആദ്യം ഇവിടെ 3 റൂമിലും ആൾക്കാർ എത്തിക്കില്ല, അല്ലെങ്കിൽ ശരിയാവില്ല. ഇതൊക്കെ നമ്മൾ ആവശ്യമുള്ള ഐറ്റം സൂപ്പർ മാർക്കറ്റ് കൊടുത്തിട്ട് അവസാനം ബാക്കി വന്നു. നമ്മളാണെങ്കിൽ അത് മര്യാദയ്ക്ക് വയ്ക്കാത്തതുകൊണ്ട് ഇങ്ങനെ ആയി കിടക്കണം. അത് കുഴപ്പമില്ല. കണ്ടില്ലേ, 3 റൂം ഏറെക്കുറെ ഈക്വൽ ആണ് പൈസ വരുന്നത്. അടുത്ത ആൾ പറ്റ വേഗം വരും. നമുക്കിപ്പോൾ ഇവിടെ നടത്താൻ വന്നിരിക്കുന്ന സമയമില്ല. ഇവർ ഇങ്ങനെ ആയം പാടിയിട്ടേ വരണുള്ളൂ. അടുത്ത ആൾ വേണം. ഓക്കെ. അങ്ങനെ 21,000 രൂപയുണ്ട് നമ്മുടെ കയ്യിൽ. സൂപ്പർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞ ഐഡിയയിൽ ഏറെക്കുറെ അതുപോലെ എത്തിച്ചിട്ടുണ്ട്. മുഴുവനായെന്ന് പറയാറില്ല, ഏറെക്കുറെ അതുപോലെ എത്തിച്ച് നിർത്തിയിട്ടുണ്ട് നമ്മൾ. കണ്ടില്ല, ഇവിടെ ഇങ്ങനെ ഇവിടെ ചിപ്സ്, ഇവിടെ ഇങ്ങനത്തെ പേസ്റ്റ്, അങ്ങനത്തെ ഐറ്റംസ് പിന്നെ വേറെ സെക്ഷനിൽ ഇവിടെ കൊടുത്തു. പിന്നെ ഫ്രൂട്ട്സ് ഇവിടെ കൊടുത്തു. പിന്നെ ഇവിടെ മറ്റേ അരിവാൾ, ചുറ്റിക അങ്ങനത്തെ ഒക്കെ ഐറ്റംസും, ഇവിടെ സ്പോർട്സിൻ്റെയും, ഇവിടെ പഴങ്ങളുടെ വേറെ രീതിയിൽ വയ്ക്കാൻ ഇതാക്കുക ഐറ്റംസ് ഇങ്ങനെയും വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ. ഇനിയിപ്പോൾ ഇത് തുറന്നിട്ട് വെക്കണം. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒരു കാഷ്യറിനെ ഹയർ ചെയ്യണം. കാഷ്യറിനെ ഹയർ ചെയ്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാഷ്യർ നിർത്തി കഴിഞ്ഞാൽ പണി വാളാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ തൽക്കാലം ഒരു കാഷ്യർ നിൽക്കട്ടെ, ഹയർ ചെയ്യാം. 2 ദിവസത്തേക്ക്, ദിവസത്തിനനുസരിച്ചിട്ട് നമുക്കിപ്പോൾ തൽക്കാലം 2 ദിവസത്തേക്ക് ഹയർ ചെയ്തു. ഓപ്പൺ ചെയ്യാനല്ലേ നമ്മുടെ ഇതെവിടെ പോയി സൂപ്പർ മാർക്കറ്റ് ഹോം. സൂപ്പർ മാർക്കറ്റ് തുറന്നു, ഹയർ ചെയ്തു. ഇനി നോക്കുകയാണെങ്കിൽ ഒരാളെ ഹയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മള് നിന്നാ മതി. ഇവിടെ ഇപ്പോൾ ഒരാളെ ഹയർ ചെയ്തിട്ടുണ്ട്, കാഷ്യർ. എവിടെ? അതെ വരുന്നു. അവിടെ ഒരു കാഷ്യർ ആയിട്ട്. ഇനിയിപ്പോൾ ആൾക്കാർ ഇങ്ങനെ തുരാന്ന് വന്നുകൊണ്ടിരിക്കും. ഇതേ വരുന്നൊക്കെ ആൾക്കാർ. ഇവിടെ നമുക്ക് നിൽക്കാം, ഇപ്പുറത്ത് നമുക്ക് നിൽക്കാം. അതിൻ്റെ അടുത്ത് അവിടെ ക്ലീനിങ്, അവിടെ ഒന്ന് പോയിട്ട് വരാറ്. നമുക്ക് ഇതൊക്കെ കൂടി ഒരുമിച്ച് നോക്കണ്ടേ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ലെങ്കിൽ ഇവിടെ ഒരു ക്ലീനിങ് സ്റ്റാഫിനെ വെക്കേണ്ടി വരും നമുക്ക്. അപ്പോൾ തൽക്കാലം ക്ലീനിങ് സ്റ്റാഫിന് മുമ്പ് ഇവിടെ ഒരു റിസപ്ഷനിസ്റ്റിന് വെക്കാം ആദ്യം. എന്നിട്ട് ഇവിടെ തന്നെ ഒരു ക്ലീനറിനും വെക്കാം. ഇവിടെ 2 ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയിട്ട് ഒരു സ്ഥലം, ബാക്കി അവർ ചെയ്തോളും. റിസപ്ഷനിസ്റ്റ് അവിടെ എത്തിയാൽ നോക്കട്ടെ ഞാൻ. പിന്നെ 33 രൂപ പോയിന്ന എന്ത്? സാധനങ്ങൾ വാങ്ങണ്ടാണല്ലേ. ഇതേ ആൾക്കാരെ നിൽക്കണു, അവർക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇവിടെ ചെയ്യാം. നമ്മൾ ഓരോ റുപ്പീസ കയറണോളൂ അതില്. ഇനിയിപ്പോ അവന് എത്ര കൊടുക്കണം? 34. ഓക്കെ, അത് ശരി. അവൻ ഇത്ര ഐറ്റംസ് വാങ്ങിയിട്ട്
ഓ ക്രെഡിറ്റ് കാർഡാണ് അവന്റെ. ഓക്കെ ഇവനും ക്രെഡിറ്റ് കാർഡാ. ഓക്കെ 7 രൂപ എങ്ങനെയാണെന്ന് തോന്നുന്നു നമ്മുടെ ഇതിന് വരുന്നുള്ളോ. ഇത് എളുപ്പല്ലാട്ടാ. നമ്മള് ചെയ്യാനൊന്നും ശരിയാവില്ല. പിന്നെ കഴിഞ്ഞു. നമ്മള് നിന്നാ ശരിയാവില്ല. നമുക്ക് ഒരു കാഷ്യറിനെ ഹയർ ചെയ്യാം, അതാ നല്ലത്. അല്ലെങ്കിൽ നമ്മൾ പെടാൻ ചാൻസ് ഉണ്ട്. ഒരു കാഷ്യറും കൂടി നിൽക്കട്ടെ. ഒരു കാഷ്യറും കൂടി ബെരിയും ഇവിടെ വന്നിട്ട് അവിടെ കാഷ്യർ കാണാലോ. നമ്മള് കഷ്ടപ്പെട്ട് ഹയർ ചെയ്തവന്മാരൊന്നും ചെയ്തിട്ടുണ്ടല്ലോ. അടിച്ചവന്മാര്. നിങ്ങൾ നോക്കൂ, ഞാൻ എവിടെ നോക്കട്ടെ. എല്ലാരും പണി ചെയ്യുന്നുണ്ട്. നല്ല ഏറ്റവും പ്രത്യേകത അതാണ്. കുറച്ച് കയറണല്ലോ, അത് വേറെ വിഷയം. ഇവൻ നല്ല ചക്കനാന്ന് തോന്നുന്നു. നന്നായി ചെയ്യുന്നുണ്ട്. ഇതെന്താ 11 രൂപ. ഇത് വാങ്ങാൻ കയറുന്നുണ്ടല്ലേ. ഒരു ഇവനെയും കൂടി വെക്കാം. ഇത് സെക്യൂരിറ്റി ഗാർഡിന് വെക്കണം. ഇതില് സെക്യൂരിറ്റിന് വെച്ചില്ലെങ്കിൽ ശരിയാവില്ല. നമുക്ക് സെക്യൂരിറ്റിന് വെക്കാം. ഒരാള് നിക്കട്ടെ. പിന്നെ ഇവിടെ ക്ലീനർ വെച്ച്. ഓക്കെ, ഇനി നമ്മൾ പൈസ സെറ്റ് എല്ലാരും. ഞാൻ നിർത്തിയിട്ടുള്ളവൻ അതുപോലെ തന്നെ നിൽക്കാണ്. നമ്മുടെ ആളാണോ ഓടിപ്പോയി? അല്ല പണിയെടുക്കുന്നുണ്ട്. നല്ല ഗൈസ് എല്ലാരും അവിടെ. അതേ പോണു നമ്മുടെ സെക്യൂരിറ്റി. ഇവനാണ് നമ്മുടെ സെക്യൂരിറ്റി. എന്നെ ഇടിക്കാൻ വന്നിട്ട് നോക്കിക്കാ. അതന്നെ ഒക്കത്തിനും നോക്കാം. എന്തെല്ലാം അലമ്പാലും അടിച്ച ഒക്കത്തിനടിച്ച് പൂസായി. ഇനി നമ്മൾക്ക് ഇപ്പൊ ഇവിടെ എന്താ ചെയ്യാനുള്ള? റീസ്റ്റോക്ക് ചെയ്യണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. റീസ്റ്റോക്ക് നമുക്ക് ചെയ്യാം. അത് മുഴുവൻ കഴിഞ്ഞിട്ട് ആദ്യം ഇത് മുഴുവൻ കഴിഞ്ഞിട്ട് നമ്മളെ ഇതെന്ത് കയറണ വഴി തെറ്റി. റീസ്റ്റോക്ക് നമുക്ക് തന്നെ ചെയ്യേണ്ടി വരും. ബേക്കറി ഐറ്റംസ് ആൾക്കാർ അധികം മേടിക്കുന്നില്ല, അതാണ് ഏറ്റവും കുഴപ്പം. എല്ലാവിധ ഐറ്റംസും മേടിച്ച് വെച്ചിട്ടുണ്ട്. ആൾക്കാർ മേടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. രാത്രി കട പൂട്ടാം. ഓക്കെ, കട പൂട്ടിണ്ട്. ഇനി എല്ലാവരും പൊക്കോളിയും. ഇത് പൂട്ടില്ല, കാരണം ഇത് പൂട്ടി ശരിയാവില്ലല്ലോ. ഇത് രാത്രിയും വേണേ. എടുത്ത് വേഗം പൊക്കോട്ടാ. ഇവന്മാർക്കെന്താ അത് കേൾക്കുമ്പോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടാ. ഇനിയിപ്പോ എന്താ നമുക്ക് ചെയ്യാനുള്ള? അതിനിടയ്ക്ക് നമ്മൾ സ്റ്റോറേജും തുറന്നുണ്ട്. സ്റ്റോറേജിൽ ഇപ്പോ പ്രത്യേകിച്ചൊന്നുമില്ല. സ്റ്റോറേജിൽ പറയാൻ മാത്രം അവിടെ ഇങ്ങനെ അടക്കി വെക്കാൻ കുറച്ച് സ്ഥലങ്ങൾ. അതാണ്. ഇനിയിപ്പോ ലോണ്ടറി ആണ് നമുക്കിപ്പോ തുറക്കണ്ട. ലോണ്ടറി തുറക്കണോ വേണ്ടോന്നാണ് ഞാൻ ആലോചിക്കണം. ലോണ്ടറി എത്ര? 5000. ഗ്യാസ് സ്റ്റേഷൻ കൂടി ഉണ്ട്. അതിങ്ങനെ എത്രയാ നോക്കിയിട്ട് അതിനനുസരിച്ച് തുറക്കാം. നമ്മളിങ്ങനെ നോക്കി നടത്തിക്കൊണ്ട് പോയാൽ മതി. ചെയ്യേണ്ട ജോലി അവന്മാരെ ചെയ്തോളൂ. എന്റെ മേത്ത് വല്ല വണ്ടി കേറിയാ മോനെ പേടിക്കുന്നു. നമ്മൾ പറഞ്ഞ ഇതിന് 50. ഇതിനിപ്പോ എന്താ നമ്മൾ ചെയ്യാണ്ട്? ഇതിൽ ഫ്യൂവൽ നിറയ്ക്കണം. പിന്നെ ഇതിനുള്ള ആൾക്കാരെ വെക്കണം. അതിനെന്തോ പണിയുണ്ട്. ഞാനൊന്ന് നോക്കി നോക്കട്ടെ ആദ്യം. ഫ്യൂവൽ ടോട്ടൽ ലിറ്റർ ഇത്ര എടുക്കുകയാണെങ്കിൽ എത്ര ഉണ്ടാവും? എത്ര രൂപ? 300 എത്ര രൂപ? അയ്യോ എന്താ? അതെ കള്ളൻ. നമ്മുടെ കള്ള
ഓഹോ കടയിൽ വന്നിട്ട് കൊള്ളല്ലോ മാര്. എടാ ഓടുന്നടാ. അയ്യോ വണ്ടി കയറിയ. ഇതെന്താ നമ്മുടെ പൈസ? നമ്മുടെ കള്ളന്മാരെ നമ്മുടെ പൈസ മോഷിച്ചവന്മാര് പോവാന്ന് വിചാരിച്ച. നമ്മളങ്ങനെ വിട്ട് കൊടുക്കാൻ അത്രേ ഉള്ളൂ. പൈസ എടുത്തിരുന്നു. എന്നിട്ട് നമ്മളവിടെ നിർത്തി അവിടെ വെച്ച് ഗ്യാസ് സ്റ്റേഷൻ. നമുക്കൊരു പണി മര്യാദക്ക് ചെയ്യാൻ സമ്മതിക്കലേ. ഇവിടെ നടക്കാൻ എത്ര 500 ഓർഡർ ചെയ്തു. ഇതും നമ്മൾ തുറക്കൂ. ഇത് രണ്ടിൽ നടക്കണ്ടേ? എന്താ പറയാ ഇവരെ ഫ്യൂവൽ അറ്റൻഷൻ. അവർ രണ്ടുപേരും 2 സ്റ്റാഫ് വെക്കാം. ഇരിക്കട്ടെ. ഓപ്പൺ ചെയ്തിട്ടില്ല. സോറി. ഫ്യൂവൽ ഗ്യാസ് സ്റ്റേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫ്യൂവൽ അറ്റൻഡന്റിനെ പ്ലേസ് ചെയ്തു. ഓക്കെ, ഒരാളും കൂടി വെക്കാല്ലേ, അല്ലെങ്കിൽ ശരിയാവില്ല. ഒരാളും കൂടി വെക്കാം. ഒരാളും കൂടി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പൈസ എടുത്തോളൂ. ഗാർഡിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വെക്കണം, അല്ലെങ്കിൽ ആർക്കാര് നമ്മുടെ സാധനങ്ങൾ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. സെക്യൂരിറ്റി ഗാർഡ് 1000 എടുക്കട്ടെ. രണ്ടാമത്തെ ആള് ക്ലോസ്. പോരട്ടെ. 6 ഗ്യാസ് സ്റ്റേഷൻ. എന്തത്? ഗ്യാസ് സ്റ്റേഷനിലാണ് നിറച്ച ആൾക്കാരുണ്ട്. ലിറ്റർ ഇത് ഫുള്ളാക്കണ്ടേ? അത് നമുക്ക് നോക്കാം. അല്ല, ഇതിപ്പോ കഴിഞ്ഞു. അതെ കിട്ടി. 500 ലിറ്ററിൽ 500.0 ലിറ്ററിൽ 491 ലിറ്റർ ആയിട്ടാ. ഓക്കെ, അങ്ങനെ ഞാനും വിചാരിച്ചു ഇതെന്താ ഇതാ തന്നെയല്ലേ. അൺലോക്ക് ഫ്യൂവൽ എഞ്ചിൻ. ഇതെന്താ? കാർ വാഷ് ബൈ ആഡ്. വീണ്ടും കാർ വാഷിന്റെ 3 സെക്ഷൻ ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. കാർ വാഷിന് അത്യാവശ്യം പൈസ ഉണ്ട്. എത്ര? 1200 500 വരുന്നുണ്ട്. 1200 500 വരുന്നുണ്ട്. നമുക്ക് കാർ വാഷ് നോക്കണ്ട തൽക്കാലത്തേക്ക്. കാർ വാഷിന് പകരം നമ്മുടെ ഇത് വെക്കാം. ഏത്? ലോണ്ടറി തുറക്കാം. ലോണ്ടറി അതിന് പറയാം. അത് തുറക്കാം. നമ്മൾ കൊറേ പേരെ എന്തോരം പൈസയാ? അയ്യോ, അത് 5000. അപ്പൊ ആ കാർ വാഷിന് നല്ലതെന്ന് തോന്നുന്നു. ഇതെന്ന് വെച്ചാൽ ലോണ്ടറിയിൽ എന്തൊക്കെ പണികളുണ്ട് ഞാൻ എക്സ്ട്രാ. അത് നമുക്ക് എന്തായാലും ചെയ്യാം. ഇപ്പൊ തൽക്കാലം അത് അതുപോലെ തന്നെ പോട്ടെ. ഇനിയിപ്പോ തൽക്കാലം നമുക്ക് തുറക്കേണ്ടത് കാർ വാഷ് തുറക്കാം. അടുത്തടുത്തത് ആദ്യം ഇത് തുറന്നു, പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് പോവാ. കാർ വാഷ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് തുറക്കാം. ഏത്? പൂളിന് എത്രയാ? അയ്യോ, പൂൾ തുറക്കണ്ട. പൂളിനിപ്പോ 10000 രൂപ. അയ്യോ, 10000 ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ടാവില്ല. വേണ്ടി വരും. അപ്പൊ നമുക്ക് പൂള് വേണ്ട. ആദ്യം ലോണ്ടറി തുറന്നിട്ട് പിന്നെ അത് തുറക്കാം. എന്തായാലും നമുക്ക് കാർ വാഷ് എന്തൊരു പരിപാടി നോക്കണ്ട. അയ്യോ, നേരത്തോട് വണ്ടി കയറി. ഒരെണ്ണം തുറന്നു വെക്കാം. 1200 ഒക്കെ 1200 ഉണ്ടല്ലോ. അപ്പൊ പിന്നെ മേടിക്കണ്ട. അയ്യോ, ഇത് 2000 ആണ്. 1200 ഇത് തുറന്നു. ഇതെന്താ പരിപാടി എന്ന് മനസ്സിലായില്ല. ഇതെന്താണ്? കാർ വാഷർ. ഒരു കാർ വാഷർ എടുത്ത് വെക്കാം. ഒരു കാർ വാഷർ ഇരിക്കട്ടെ. കാർ വാഷ് തുറന്ന് കാർ വാഷ്. ഇതും തുറന്നു. കാർ വാഷ്. എന്താന്ന്? കാർ വാഷ് തുറക്കാൻ പറ്റില്ല. ഇതും തുറക്കണ നമ്മള്. അയ്യോ, നമ്മുടെ ഉള്ള എല്ലാ പൈസയും പോയി. സൂപ്പർ. കാർ വാഷിന് എന്താ നമ്മളോട് ചെയ്യാൻ പറഞ്ഞല്ലോ. പർച്ചേസ് കാർ വാഷ് ഫസ്റ്റ്. കാർ വാഷ് പർച്ചേസ് ചെയ്യാനോ? ഒരു മിനിറ്റ്.
ഓ ഇത് ശരിയാക്കാൻ ഞാനും വിചാരിച്ചേ എന്താന്ന്. എടുക്കൂ. എന്നാലും ഇത് തുറക്കാം നമുക്ക്. ആദ്യം ഇത് മുഴുവൻ വൃത്തിയാക്കട്ടാ. കാർ വാഷ് തുറന്നുണ്ട്. നമുക്ക് തൽക്കാലം കാർ വാഷിന് ഒരു സ്റ്റാഫിനെ വയ്ക്കാം. ഓക്കെ, എന്തായാലും കാർ വാഷ് റെഡി, എല്ലാം റെഡി. അയ്യോ എന്താണ്, ഫുൾ സെറ്റാണ്. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട നമ്മുടെ പൂള് തുറക്കണം. അടുത്തത് പൂള് തുറക്കണം. പിന്നെ ലോണ്ടറി നമുക്ക് പിന്നെ തുറക്കാം അതിൻ്റെ ഇടയിൽ. പിന്നെ ജിമ്മും ഉണ്ട്, KFC കഫേ അങ്ങനെ എന്താ സാധനമില്ല, അതും തുറക്കണം. എന്തായാലും അത് നമുക്ക് എന്തായാലും അടുത്ത സെറ്റാക്കും നമ്മൾ. എൻ്റെ ഇടയിൽ വേണമെങ്കിൽ നമുക്ക് റൂമുകളും എക്സ്ട്രാ കൂടുതലെടുക്കാം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയാണല്ലോ. ഇതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും